ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ BPS ബിസിനസ് പ്രോസസ്സിംഗ് സർവീസ് ഹയറിംഗിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർട്സ്, കൊമേഴ്സ് എന്നിവയിൽ 2026 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഗ്രാജുവേറ്റ്സ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ് 2025 ഒക്ടോബർ 12 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 2026 പാസ്സാകാം, അത് ഏപ്രിൽ മെയ് ജൂൺ കാലയളവിൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന BA, BCom, അതുപോലെ BBA അങ്ങനെയുള്ള ആർട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മളെ പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാന്നുള്ളതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആധാറിൽ കൊടുത്തിരിക്കുന്നതിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഇമെയിൽ ID, മൊബൈൽ നമ്പർ, മറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ശേഷം മാത്രം അപ്ലൈ ഫോർ ട്രൈവ് നമ്പർ കൊടുത്താൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നേരത്തെ നിങ്ങൾ ലോഗിൻ ID ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ ട്രൈവും ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലൈ ഫോർ ട്രൈവ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും TCSമായിട്ട് പരീക്ഷ നടത്തുന്ന സെൻറ്ററുകളുണ്ട്, പല ജില്ലകളിലും ഉണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യുക. അതിനാണ് നമ്മൾ ഒക്ടോബർ 12 വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. എത്രയും നേരം അപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിഷയം കേരളം നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള സെൻറ്ററോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള സെൻറ്ററോ ആയിരിക്കും ഒരു പക്ഷേ പരീക്ഷ എഴുതാൻ ലഭിക്കുക. അത് കാരണം താല്പര്യമുള്ളവർ എത്രയും നേരം തന്നെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെൻറ്റർ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കാം. അങ്ങനെ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ട്രാക്ക് യുവർ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ അപ്ലൈഡ് ഫോർ ട്രൈവ് നമ്മൾ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. പരീക്ഷയോട് ബന്ധപ്പെട്ട് പറയാം, ടെസ്റ്റ് പാറ്റേൺ 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിങ് എന്നിവയാണ് ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളായിരിക്കും. 50 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. എലിജിബിലിറ്റി പറയാൻ ഞാൻ പറഞ്ഞു, BCom, BA, BBA, BBM അങ്ങനെയുള്ള കോഴ്സ് 2026 പാസ് ഔട്ട് ആകാൻ വന്ന കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരം. 18 മുതൽ 28 വയസ്സാണ് പറഞ്ഞിട്ടുള്ള പ്രായം. അതിലേക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ വേണ്ടി ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് 1800209311 ഉള്ളതാണ്. അല്ലെങ്കിൽ tcsbps.support@tcs.com എന്ന ഇമെയിൽ ID നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്ത് 2025 ഒക്ടോബർ 12 ലാസ്റ്റ് ഡേറ്റ്. എങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എത്രയും നേരം തന്നെ അപ്ലൈ ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IT കമ്പനികളൊന്നാണ് TCS എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ അവസരം പരമാവധി എടുത്ത് താങ്ക് യു.